ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൃപാസനം സഞ്ചാരിമാതാവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക നിയോഗവുമായിട്ടാണ്. ഹൃദയത്തിൽ ഒരു വലിയ നൊമ്പരവുമായി, ഒരു കൊച്ചു പൈതലിന്റെ കിലുക്കത്തിനായി കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോടാണ്. നിങ്ങളുടെ കണ്ണുനീരിന്റെ വില എനിക്കറിയില്ലെങ്കിലും അത് കാണുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. പലപ്പോഴും ആളുകൾ ചോദിക്കും, എന്താ ഇതുവരെ വിശേഷം ഒന്നുമായില്ലേ എന്ന്. ആ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തെ എത്ര മുറിപ്പെടുത്തും എന്ന് എനിക്കറിയാം. ആരുടെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന നിശബ്ദമായ നൊമ്പരം എനിക്ക് മനസ്സിലാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടവരുമല്ല. ബൈബിൾ തുറന്നാൽ കാണാം, ദൈവം ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ചെയ്തത് കാത്തിരുന്നവരിലൂടെയാണ്. അബ്രഹാമും സാറയും 100-ാം വയസ്സിൽ ദൈവം ഇസഹാക്കിനെ കൊടുത്തു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഹന്നക്ക് ശ്യാമവൽ പ്രവാചകനെ കൊടുത്തു. എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപക യോഹന്നാന് ജന്മം നൽകി. അവരെല്ലാം ഇനി പ്രതീക്ഷയില്ല എന്ന് ലോകം വിധിയെഴുതിയവരായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു നിന്നു. മക്കളെ, നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയല്ല. ഈ വേദനയിൽ പോലും ദൈവത്തിനു നിങ്ങളോട് ഒരു പദ്ധതിയുണ്ട്. ചിലപ്പോൾ ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. ഒരു വലിയ ദൗത്യത്തിനായി നിങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ വില മക്കളുടെ എണ്ണത്തിലല്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹത്തിലാണ്. ആ സ്നേഹം കുറയാതെ സൂക്ഷിക്കുക. പരസ്പരം താങ്ങും തണലുമാകുക. നിങ്ങൾ ഒറ്റയ്ക്ക് അല്ല പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞാനും ഈ വീഡിയോ കാണുന്ന ആയിരക്കണക്കിന് ആളുകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ധൈര്യമായിരിക്കുക. പ്രതീക്ഷ കൈവിടിയരുത്. കണ്ണുനീരോടെ വിതക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും എന്നു തിരുവചനം പറയുന്നു. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കൈകൾ കൂപ്പി നമ്മുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ മുന്നിൽ, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ സമർപ്പിക്കാം. ഈ വീഡിയോ തീരുന്നതുവരെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, നീ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരം അനുഗ്രഹീതമാണ്. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എനിക്ക് സന്താന സൗഭാഗ്യം തന്നു അനുഗ്രഹിക്കണേ. എന്റെ ഉദരത്തെ തുറക്കണമേ. അങ്ങയുടെ മകനായ എന്റെ കർത്താവിനോട് മധ്യസ്ഥം പറഞ്ഞു എന്റെ ഈ ആവശ്യം സാധിച്ചു തരണമേ. എന്റെ ആവശ്യം അറിയിക്കണമേ. എന്റെ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, നീ ദൈവത്തിന്റെ അമ്മയാണ്, എന്റെ അമ്മയാണ്. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ ഉദരത്തെ ഫലവതിയാക്കണമേ. അങ്ങയുടെ മകനായ കർത്താവിനോട് എന്റെ ആവശ്യം അറിയിക്കണമേ. അമ്മേ, നീ അനുഗ്രഹത്തിന്റെ അമ്മയാണ്, എന്റെ പ്രതീക്ഷയാണ്. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. മക്കളെ നൽകി അനുഗ്രഹിക്കണേ. എന്റെ ഉദരത്തെ തുറക്കണമേ. സങ്കീർത്തനം 113:9. അവിടുന്ന് വന്ധ്യക്ക് വസതി കൊടുക്കുന്നു. മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ഈ അനുഗ്രഹം എനിക്കും ഉണ്ടാകണമേ അമ്മേ. സന്താനം ദൈവത്തിന്റെ വരദാനം തന്നെ. സങ്കീർത്തനം 127:3. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ഉദരഫലം ഒരു സമ്മാനം. എന്റെ ഇച്ഛ നടക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിന്റെ അമ്മയായ അങ്ങ് എന്റെ ആവശ്യം അറിയിക്കണമേ. കൃപാസനം അമ്മേ, നീ അനുഗ്രഹത്തിന്റെ അമ്മയാണ്, എന്റെ പ്രതീക്ഷയാണ്. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ. എന്റെ ഉദരത്തെ തുറക്കണമേ. സാരക്ക് ഇസഹാക്കിനെ നൽകിയതുപോലെ, ഹന്നക്ക് ശ്യാമവലിനെ നൽകിയതുപോലെ എനിക്കും മക്കളെ നൽകണമേ. നിന്റെ ഇച്ഛ നടക്കട്ടെ എന്നു പറഞ്ഞ കർത്താവിന്റെ അമ്മയായ നീ എന്റെ ആവശ്യം അറിയിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മയ്ക്ക് ഒരിക്കലും കേൾക്കാതിരിക്കാനാവില്ല. സമയ ചുരുക്കത്തിന്റെ അമ്മ, സഞ്ചാരി മാതാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടും. അമ്മയെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. അമ്മ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാം. അങ്ങനെ അമ്മയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. മറ്റൊരു പ്രാർത്ഥനാ വീഡിയോയുമായി കാണാം. കൂടുതൽ പ്രാർത്ഥന വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.